വർഷങ്ങളായിട്ട് ഇസ്രയേല് ഗാസയെ ശരിക്കും ഒരു നരകമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ഈ ക്രൂരതകള് ഗാസയിൽ വീണ്ടും വീണ്ടും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആക്രമണം അവസാനിക്കാത്ത തരത്തിലുള്ള ഒരു അന്ത്യമില്ലാത്തൊരു യുദ്ധത്തിലേക്കാണ് വീണ്ടും ഇസ്രയേല് ഗാസയെ ഒരു ചുടുകളമാക്കി മാറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മുന്നോട്ടുള്ള അങ്ങനെയാണ് ഇസ്രയേൽ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് 50,000-ലധികം ആളുകൾ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ്. അപ്പൊ വീണ്ടും വീണ്ടും നെതന്യാഹു ഒരു ഗാസയെ നരകമാക്കി മാറ്റുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഓരോ നടപടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗാസയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക, അവരുടെ ഒരു വംശം തന്നെ ഇല്ലാതാക്കി പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്നൊരു നയമാണ് ഇപ്പം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പൊ വീണ്ടും വീണ്ടും ഗാസയിലെ ഇസ്രായേലിന്റെ ആക്രമണം അവർ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഹമാസ് ബന്ദികളെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നത് കൊണ്ടാവണം ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. ബന്ദികളെ കൈവിട്ട് തന്നില്ല അല്ലെങ്കിൽ തിരികെ തന്നില്ലെങ്കിൽ അതിക്രൂരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് മുൻകൂട്ടി അറിയിക്കുകയും അതുവഴി വീണ്ടും വീണ്ടും ഗാസേനെ ഇത്തരത്തില് ടോർച്ചർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ കാണുമ്പോഴായാലും നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ് കുഞ്ഞു കുട്ടികളെ പോലും വെറുതെ വിടാതെ അത്തരത്തിലുള്ള ഒരു ദുരിതപൂർണമായിട്ടൊരു ജീവിതമാണ് ഇപ്പൊ അവര് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരിച്ചു വീണിട്ട് പോലും ആ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു രീതിയിലേക്കല്ല ഇസ്രായേല് പ്രധാനമായിട്ടും പൊക്കോണ്ടിരിക്കുന്നതെന്ന് പറയാം. ഇപ്പൊ ഈ ഗാസ നിവാസികൾ തന്നെ എല്ലാ തരത്തിലും ആകെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് ഒരു സമയത്ത് വൈദ്യുതി ഇല്ലായിരുന്നു, അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും ഭക്ഷണവും വെള്ളവും പോലും ഇസ്രായേല് തടഞ്ഞു വെച്ചിരുന്ന കുറെ സമയത്തേക്ക് തടഞ്ഞു വെച്ചിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള യുദ്ധക്കെടുതിയിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയും കൂടി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയും. പിന്നീട് അതുപോലെ തന്നെ ഏക ക്യാൻസർ ആശുപത്രി ഉണ്ടായിരുന്നു, അതുവരെ ഇവര് പൊളിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവര് പറയുന്നത് ഇസ്രയേലിന്റെ ഒരു ഹമാസിന്റെ ഒളിത്താവളമായിരുന്നു ഈ ഒരു ആശുപത്രി എന്ന രീതിയിലാണ് ആരോപിക്കുന്നതെങ്കിൽ പോലും പക്ഷെ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ആകെയുണ്ട ഒരു ഏക ആശ്രയമായിരുന്നു ആ ഒരു ആശുപത്രി. അതും ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ശരിക്കും അവര് കൊല്ലാകൊല ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവര് ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ ഓരോ മിനിറ്റ് കൂടുന്തോറുമാണ് ആളുകൾ ചികിത്സയ്ക്കായിട്ട് ആശുപത്രികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അതുപോലെയൊക്കെ ഒരുപാട് ആളുകൾ കുടിയേറ്റ ക്യാമ്പുകളും എല്ലാം കേന്ദ്രീകരിച്ചാണ് ഇസ്രയേൽ കൂടുതലും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഹമാസ് എന്ന് പറയുന്ന ഒരു ശക്തി ഭയക്കുന്നില്ല എന്നതാണ്. അവര് പിന്നെയും അല്ലെങ്കിൽ ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതിനായാലോ അല്ലെങ്കിൽ അവര് ഭീഷണിയിലൊന്നും തന്നെ വീഴാതെ വീണ്ടും ശക്തിയായിട്ട് നിലനിൽക്കുന്നതിന്റെ ഒരു പ്രത്യാഘാതമാണ് ഗാസ നിവാസികൾ അനുഭവിക്കുന്നത്. കാരണം ഈ നെതന്യാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആ നിവാസികളെ പൂർണ്ണമായിട്ടും അവിടെ നിന്നും ഒഴിപ്പിച്ചിട്ട് അവരുടെ ഒരു വംശം തന്നെ ഇല്ലാതാക്കുക എന്നാണ്. പക്ഷെ അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഗാസയെ വീണ്ടും പുനരധിവസിപ്പിക്കും, അവരെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഗാസ വീണ്ടും പുനർനിർമ്മിക്കും എന്നുള്ള ഒരു തരത്തിലോട്ടാണ് പോകുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ട്രംപ് വന്നിട്ട് ഗാസയെ പുനർനിർമ്മിക്കാം അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റാന്നൊക്കെ പറഞ്ഞിട്ട് പോലും അറബ് രാജ്യങ്ങൾ അതൊന്നും സപ്പോർട്ട് ചെയ്യാതെ ഗാസയ്ക്കായിട്ട് നിലകൊണ്ട ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഗാസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള യുദ്ധത്തിന് ഒരു പരിണാമം ഇടാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം വീണ്ടും ഈ ഇസ്രയേല് വീണ്ടും ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മള് ഈ റമദാൻ, അതായത് നമുക്കറിയാം റമദാൻ നാളുകളിലും പുണ്യമാസങ്ങളിൽ പോലും ഇത്രയും വീണ്ടും ക്രൂരത അവിടെ മരിച്ചു വീഴുകയാണ് വീണ്ടും വീണ്ടും ആളുകൾ. അവർ അതായത് നശിക്കപ്പെട്ട കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൊക്കെയാണ് ഇപ്പോഴും താമസിക്കുന്നത് പോലും. അവിടെയും വീണ്ടും ആക്രമണം നടത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പൈശാചികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം മനസാക്ഷി എന്ന് പറയുന്നതില്ലാതെ ഇത്രയും ആളുകൾ മരണപ്പെട്ടിട്ട് പോലും അവിടുത്തെ ജനങ്ങളെ ഒന്ന് വെറുതെ വിടുക അങ്ങനെ ഒരു ചിന്തയെ നെതന്യാഹുവിനും ഇല്ല. വീണ്ടും വീണ്ടും ആക്രമിച്ച് പൂർണ്ണമായിട്ടും ഗാസ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പയായാലും ആരോഗ്യവാനായിട്ട് വന്നതിന് ശേഷം ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് പറഞ്ഞത് ഗാസയിലെ നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നടപടി എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളെല്ലാം യുദ്ധമെല്ലാം മാറ്റിവെക്കൂ, അല്ലെങ്കിൽ ആ ഒരു ആയുധങ്ങളെല്ലാം മാറ്റിവെക്കൂ, എല്ലാവരും ഒന്നാകൂ തുടങ്ങിയ രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും സംസാരിക്കൂ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രംപ് ഇടപെട്ടിട്ടാണെങ്കിലും ഈ വെടിനിർത്തൽ കരാറൊക്കെ പ്രാബല്യത്തിൽ വന്നിരുന്നു. ജനുവരി 19 വന്നിരുന്നത്. പക്ഷെ എങ്കിൽ പോലും ആ നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇസ്രയേൽ വീണ്ടും ഗാസ ഒരു നരകമാക്കി മാറ്റിയത്. അപ്പൊ അത്രയും വീണ്ടും വെടിനിർത്തൽ കരാർ സമാധാനത്തിന് വേണ്ടിയിട്ട് കൂടുതലും ആളുകൾ പറഞ്ഞിട്ട് പോലും ഇപ്പൊ ട്രംപ് അടക്കം നമ്മള്
വലിയ പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. കാരണം ഗാസയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിക്കും, അവിടെ ഗാസയിൽ വീണ്ടും സമാധാനം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ആ സമയത്ത് നമുക്കുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഒരു പുറമെ പ്രാബല്യത്തിന്, അതായത് വെടിനിർത്തൽ കരാർ ട്രംപും ഈ സമാധാനത്തിന് വേണ്ടി പുറമെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ നെതന്യാഹു ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുമ്പോൾ പൂർണ്ണമായിട്ടും അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ടാണ് ചെയ്യുന്നത്. അതും ഒരു പരിധി വരെ ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഒരു പരിധി വരെ കാരണമാകുന്നുണ്ട്. അതെ, കാരണം നമ്മൾ ആയുധങ്ങൾ കൊടുക്കുന്ന കാര്യമായാലും അമേരിക്ക മുന്നേ ബൈഡൻ ആണെങ്കിൽ നിർത്തിവെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആയുധം നൽകുക എന്നത്. അത് ഇസ്രയേലിന് നൽകുക എന്നത്. അത് പിന്നീട് ബൈഡന്റെ ആ ഒരു അതായത് ട്രംപ് അധികാരം ഏറ്റതിനു ശേഷം ഇസ്രയേലിന് നൽകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അത് ശരിക്കും ഗാസേനെ ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബോംബൊക്കെ നൽകുകയും ആൾക്കാരെ കൊല്ലുക എന്ന മനോഭാവം തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു തരത്തില് അവിടെ നിർത്താൻ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും മറ്റൊരിടത്ത് വീണ്ടും അത് വളർത്തുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ അധികാരത്തിലേറിയതിനു ശേഷം ടൺ കണക്കിന് ബോംബുകളാണ് ഇസ്രായേലിന് വേണ്ടിയിട്ട് യുദ്ധത്തിലേക്ക് സഹായിക്കാൻ വേണ്ടി കൊടുത്തത്. അപ്പൊ അതൊക്കെയാണ് ഒരു പരിധി വരെ ഇതുപോലത്തുള്ള ആക്രമണങ്ങൾക്കൊക്കെ വഴിതെളിച്ചിട്ടുള്ള കാരണം. കാരണം നെതന്യാഹു തന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്താൽ പോലും അമേരിക്ക നമുക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ടെന്ന്. ട്രംപ് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകി സപ്പോർട്ടിനുണ്ടെന്ന് നെതന്യാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ട്രംപ് ഒരു കാര്യം പറയുന്നത് പെട്ടെന്ന് എടുത്തിട്ടുള്ള തീരുമാനമല്ല, അദ്ദേഹം ഒരുപാട് ചിന്തിച്ച് ആലോചിച്ചിട്ടാണെന്നൊക്കെ. അപ്പം ഇതിലൂടെയൊക്കെ തെളിയിക്കപ്പെടുന്നത് ഇവരുടെ തമ്മിലുള്ള ഒരു സൗഹൃദമാണ്. അപ്പം കാരണം ഇസ്രയേൽ അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ട്രംപിന്റെ ആ ഒരു മാസ്റ്റർ പ്ലാൻ അവിടെ നടത്താൻ കഴിയും. ആ ഉല്ലാസ കേന്ദ്രമാക്കുക എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ കൂടിയും അത് പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് കഴിയും. അങ്ങനെയുള്ള ഒരു അതിനൊക്കെതിരെ ഇറാനും അറബ് രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഗാസയെ വീണ്ടും ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവിടുത്തെ നിവാസികൾക്കാണേലും ഇനി അവിടെ സമാധാനം നമുക്ക് അറിയില്ല. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. ഇപ്പൊ തന്നെ എല്ലാം തകർന്നിരിക്കുകയാണ്. സ്വന്തം വീടായാലും കുടുംബമായാലും കുഞ്ഞു കുട്ടികളായാലും നമ്മളെല്ലാ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ശരിക്കും വളരെ സങ്കടകരം തോന്നുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സമയത്തും കൂടി അവരിപ്പോഴും ഒരു ഫുഡിനായാലും എല്ലാത്തിനും കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. എല്ലാ തരത്തിലും അവര് ഒറ്റപ്പെട്ടു എന്ന് നമുക്ക് പറയാം. അപ്പം അങ്ങനെ വീണ്ടും വീണ്ടും അവരെ ഇത്തരത്തിൽ ദ്രോഹിക്കുന്നത് വളരെ ഒരു കുറ്റകൃത്യം തന്നെയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക ചെയ്യുന്നതും അല്ലെങ്കിൽ ട്രംപ് ചെയ്യുന്നതും വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. അപ്പം ഈ നെതന്യാഹുവിന്റെ ആണെങ്കിലും ഇസ്രായേലിന്റെ ആണെങ്കിലും ഗാസയിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ക്രൂരതകൾ അവസാനിപ്പിച്ച് വീണ്ടും ഒരു സമാധാനത്തിലേക്ക്, ലോക സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് അങ്ങനെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.